എല്ലാവർക്കും നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരുപാടൊന്നും പറയാനില്ല. നമ്മുടെ ഓണമാണ് വരുന്നത്. ഓണത്തിനായിട്ട് നമുക്ക് ബോട്ടിലാട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു ബോട്ടിലാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ മെറ്റീരിയൽ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങാം. അതിനായിട്ട് ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഒരു 2 കോട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. വൈറ്റ് കുപ്പി ഞാൻ ഇത്തിരി വലിയ കുപ്പി തന്നെ എടുത്തു കേട്ടോ. എനിക്ക് ഇന്നത്തെ ഒരു കാര്യത്തിനായിട്ട് വലിയ കുപ്പി എടുക്കേണ്ട വന്നു. ചെറിയ കുപ്പി എടുക്കുന്നവർക്ക് ചെറിയ കുപ്പി എടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വലിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, വൈറ്റ്. ഇന്ന് നമുക്ക് വേണ്ടത് ഇതുപോലെ ഓണാശംസകൾ എന്ന് എഴുതിയൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇപ്പോൾ നോക്കി വരയ്ക്കാൻ പറ്റുന്നവർക്ക് നോക്കി വരയ്ക്കാം കേട്ടോ. ഞാനിവിടെ പ്രിൻ്റ് എടുത്തു. അത് മലയാളത്തിൽ തന്നെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കട്ട് ചെയ്ത് കുപ്പിക്ക് അനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കുപ്പി ഇത്തിരി വലുത് തന്നെ ഞാൻ എടുത്തെന്ന് പറഞ്ഞത്. ഇനി കാർബൺ പേപ്പർ എടുക്കുക. വളരെ ഈസി മെത്തേഡാണ് ഈ ഒരു പരിപാടി. കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. കാർബൺ പേപ്പർ എടുക്കുക, അതിന് മുകളിലോട്ട് വയ്ക്കുക, വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക. അപ്പോൾ പെൻസിലെടുത്തു ഓണാശംസകൾ നമ്മൾ അതിൻ്റെ മുകളിലൂടെ എഴുതാൻ പോവുകയാണേ. അപ്പോൾ ദേ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കാർബൺ പേപ്പർ എടുത്ത് മാറ്റാം. അപ്പോൾ ദേ ഒരുപാട് കാർബൺ പേപ്പറിൻ്റെ ആ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സംശയം ഇത് എങ്ങനെ പോകുമെന്ന്. എൻ്റെ പരിപാടി എന്ന് പറയുന്നത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു വൈറ്റ് ആണെങ്കിൽ ഏത് കളറാണോ നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് അതൊന്ന് ടച്ച് ചെയ്യും. ആ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി കാർബൺ പേപ്പറിൻ്റെ കളറായെങ്കിൽ ഒന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഇനി വേണ്ടത് ഞാനിവിടെ അക്രിലിക് പെയിൻറ്റ് മഞ്ഞ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു മഞ്ഞ ആദ്യം കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്തായിട്ട്, ഒരു കുറച്ച് ഭാഗത്തായിട്ട് കൊടുക്കുക. എല്ലാത്തിൻ്റെ അക്ഷരത്തിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞ ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി നമുക്കൊന്ന് ഓറഞ്ച് കൊടുക്കാം. ഒരല്പം ഓറഞ്ച് ആയിക്കോട്ടെ. ഇനി ഇതുപോലെ ഓരോ കളേഴ്സും നമ്മൾ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഓരോ കളേഴ്സ് അപ്ലൈ ചെയ്യും. അത് ഓരോന്നിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ദേ ഇപ്പോൾ ഓറഞ്ച് കൊടുത്തു. എല്ലായിടത്തും ഇങ്ങനെ ആ മഞ്ഞയുടെ ഭാഗത്തായിട്ട് കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഓറഞ്ച് കൊടുക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ചുമപ്പ്, അതായത് റെഡ് കൊടുക്കുകയാണേ. കുറച്ച് ഭാഗത്തായിട്ട് റെഡ് കൊടുക്കണം. നമ്മൾ ഓറഞ്ചും ആ റെഡും കൂടെ ഒന്ന് ലയിച്ചിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അത് കണ്ടാൽ അറിയാൻ പറ്റും ഓരോ കളേഴ്സും ഓരോന്നിനും ചേർന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം, 2 കളേഴ്സും ഒക്കെ. അത് നമ്മൾ ഓരോരുത്തരും നോക്കിയിട്ട് വേണം. അവസാനം ചെയ്യണമെങ്കിൽ അവസാനം ചെയ്യാം, ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 2 കളേഴ്സും ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓറഞ്ചും ചുമപ്പും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരുമിച്ച്. ഇപ്പോൾ ഇതേ ഈ ഭാഗത്തും കൂടെ കൊടുത്തിട്ട് നമുക്ക് അടുത്ത കളർ കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ വയലറ്റാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. വയലറ്റ് ആ ചുമപ്പിനോട് ചേർത്ത് വേണം കൊടുക്കാൻ. കണ്ടോ, അതേ ഇതുപോലെ ഇങ്ങനെ ചേർത്ത്. അപ്പോൾ വേറൊരു കളർ ആ ചുമപ്പും വയലറ്റും വരുന്ന ഭാഗത്തായിട്ട് വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ലയിച്ച് വേണം കൊടുക്കാൻ. ആ ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ കുറച്ച് കളേഴ്സ് വേണം. ഈ ഒരു കളേഴ്സ് നമുക്ക് വേണം, എന്നാലേ ഈ ഒരു കളറ് കൊടുക്കാൻ പറ്റുള്ളൂ, ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത നീല കളർ കൊടുക്കാം. ബ്ലൂ കളർ നമ്മൾ ആ വയലറ്റ് ചേർന്നതിന് ശേഷം ബ്ലൂ കളറോട്ട് കൊടുക്കണം. ബ്ലൂ കളർ കൊടുക്കുന്നതിന് മുന്നായിട്ട് ആ ചുമപ്പിൻ്റെ ഭാഗത്തൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മൾ 2 കളർ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഒരു കളറിന് മീതയിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 2 കളറും എപ്പോഴും യൂസ് ചെയ്യണം. ഈ ചുവപ്പിൽ നിന്ന് വയലറ്റിലോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെ കൊടുത്തു.
അപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ചുമപ്പ് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കണം. അപ്പോൾ അത് ലയിച്ചിരിക്കും, അതാണ് കാണാൻ ഭംഗി. ഇനി നമ്മൾ നീല കൊടുക്കുക. ഇപ്പം ഞാൻ മൊത്തത്തിൽ കാണിക്കുന്നില്ല, ഒരു ഭാഗം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നീല കൊടുക്കുക. നീലയും ആ വയലറ്റും കൂടെ ചേർന്ന ഭാഗത്ത് കണ്ടോ, ആ ഭാഗത്ത്, ആ ജോയിൻറ്റ് ഭാഗത്തൊന്ന് വീണ്ടും വയലറ്റ് കൊടുക്കുക, പിന്നെ നീല താഴത്തേക്ക് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രഷ് എടുത്ത് പറയേണ്ടതാണ് 000 ബ്രഷാണ്. വളരെ നേർത്ത ബ്രഷ് എടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, എന്നാലേ നല്ല ഷാർപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ നീല കൊടുക്കുന്നു ഞാൻ. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ കളറിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ അങ്ങനെ ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പച്ച. അപ്പോൾ നീല കഴിഞ്ഞ് പച്ച കൊടുക്കുക. അപ്പോൾ നമ്മൾ മഞ്ഞ കൊടുത്തു, ഓറഞ്ച് കൊടുത്തു, റെഡ്, വയലറ്റ്, ബ്ലൂ ആൻഡ് ഗ്രീൻ, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ആ ജോയിൻറ്റ് ഭാഗത്ത് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഒരുമിച്ചാകണമല്ലോ, അതിന് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ പെയിൻറ്റ് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലൊരു ചെറിയ ചെമ്പരത്തിപ്പൂ പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കട്ടെ. ചെമ്പരത്തിപ്പൂ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാനൊരു പൂ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ആ കാർബൺ പേപ്പറിൻ്റെ കളറില്ലേ, അത് ഞാനിവിടെ വൈറ്റ് കളർ കൊടുത്ത് അതിനെ സ്പോഞ്ച് കൊണ്ടോ ബ്രഷ് കൊണ്ടോ ടച്ച് ചെയ്ത് ആ മഞ്ഞ കളർ മാറ്റിയെടുക്കണം. അതാണ് ഞാൻ ചെയ്യുന്ന ട്രിക്ക്. അപ്പോൾ ഒരുപാട് പേര് ഈ സംശയം ചോദിക്കാറുണ്ട്, കാർബൺ പേപ്പറിൻ്റെ ആവില്ലേ എന്ന്. അത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും, കാരണം വളരെ ഈസി പരിപാടിയാണ്. അത് കാർബൺ പേപ്പറിൻ്റെ കളർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഏതാണോ ബേസ് കളർ അത് അങ്ങോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക അവസാനം, ഉണങ്ങിയതിന് ശേഷം മാത്രം. ഇനി നമ്മൾ ഈ ഓണാശംസകൾ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലൂടെ ഒന്ന് കറുപ്പ് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണ്. അത് ഞാൻ പെയിൻറ്റ് തന്നെ ചെയ്തിരിക്കും, ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അക്ഷരത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ മാർക്കർ വെച്ചിട്ട് എഴുതാം. അതൊരു ഈസി പരിപാടി തന്നെയാണ്, ബ്രഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പെയിൻറ്റും ബ്രഷും തന്നെയാണ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇത് മൊത്തത്തിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം, എന്നാലേ ആ ഒരു ഓണാശംസ എടുത്ത് കാണുള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ കളേഴ്സ് ഒന്നും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം, കളേഴ്സ് ആയിട്ടില്ലെങ്കിൽ. കാരണം ബ്ലൂ, വയലറ്റൊക്കെ ഒന്നും കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി അത് ചേർത്ത് കൊടുക്കണം കളേഴ്സ്. ആ ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇനി. അപ്പോൾ നമ്മളിതേ ഔട്ട്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ അതിനുള്ളിലത്തെ കളറൊക്കെ ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം പതുക്കെ ചെയ്താൽ മതിയാകും. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു ത്രെഡ് ചുറ്റി കൊടുക്കാൻ പോവുകയാണ് ആ കഴുത്തിൻ്റെ ഭാഗത്ത്. എന്നിട്ടും വീണ്ടും ഒരു പരിപാടി ഉണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ കുപ്പിയിലൊന്ന് ത്രെഡ് ചുറ്റിയെടുക്കണം. അതിനായിട്ട് കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ കളർ ത്രെഡ് വേണ്ട, അത് നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് വേണ്ട. ഇത് വെള്ള ത്രെഡ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ നമ്മൾ മഞ്ഞ കൊടുത്തു, ഓറഞ്ച് കൊടുത്തു, എങ്ങനെയാണോ ഓണാശംസകൾ എന്ന് എഴുതിയത് ആ ഒരു കളർ ഈ ത്രെഡിൽ കൊടുക്കാൻ പോവുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞത്. കളർ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആ ബോട്ടിലിന് വൈറ്റ് കളറിന് ഇതുപോലെ എല്ലാ കളറും കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ കൊടുക്കുക. ഇനി പച്ച കൊടുക്കുക, ബ്ലൂ കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കാർബൺ പേപ്പറിൻ്റെ കുപ്പിയിലാകുകയാണെങ്കിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ബേസ് കോട്ട് ഏതാണോ കൊടുത്തിരിക്കുന്നത് ബേസ്, അത് ടച്ച് ചെയ്ത് ബേസ് കളർ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. എളുപ്പ പരിപാടിയാണ്. ഒന്ന് കാർബൺ പേപ്പർ വെച്ചിട്ട് എഴുതാവുന്ന മാത്രമേ ഉള്ളൂ. ഒരു പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ നോക്കി വരയ്ക്കുക. വളരെ എളുപ്പ പരിപാടി, കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണാശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ഇത്തവണ എൻ്റെ ഓണാശംസകൾ എഴുതിയ കുപ്പി എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.